എന്തായാലും 2026 തുടക്കം തന്നെ അതിഗംഭീരമായിട്ട് സ്ത്രീകളങ്ങ് മുന്നേറിയിട്ടുണ്ട് എല്ലാ രീതിയിലും. ഇന്നും മറ്റൊരു ഗുണ്ടീനെ കുറിച്ചുകൂടി നമ്മൾ അറിയുന്നുണ്ട്. ഫേസ് ക്രീം മാറ്റി വെച്ചതിൽ തർക്കം, അമ്മയെ മർദ്ദിച്ച് വാരിയിൽ തകർത്ത മകൾ അറസ്റ്റിൽ. കൊള്ളാലേ, എന്താ സ്ത്രീകളുടെ ഒരു മുന്നേറ്റം, ദിനം പ്രതി വർദ്ധിച്ചോ. ഇനി ഈ ഗുണ്ടിയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയിലോട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിവ്യ 30 വയസ്സാണ് പ്രായം. ഈ മാസം 19-ാം തീയതിയാണ് നിവ്യ 70 വയസ്സുകാരിയായ അമ്മ സരസയുടെ വാരിയല് കമ്പിപ്പാര കൊണ്ട് അടിച്ചൊടിച്ചത്. നിവ്യ ഉപയോഗിക്കുന്ന ഫേസ് ക്രീം മാറ്റിവെച്ചെന്ന കാരണം പറഞ്ഞായിരുന്നു ആക്രമണത്തിന് ശേഷം വയനാട് മാനന്തവാടിയിലേക്ക് കടന്ന നിവ്യയെ അവിടെ നിന്നാണ് പനങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2020 സെപ്റ്റംബറിൽ നെട്ടൂർ സ്വദേശിയായ ഫഹദ് എന്ന യുവാവിനെ കൊന്ന കേസിലെ പ്രതിയാണ് ശ്രുതി എന്നുകൂടി വിളിപ്പേരുള്ള നിവ്യ പ്രതിയായ കഞ്ചാവ് കേസിനെ ചൊല്ലി ലഹരി ഇടപാട് സംഘങ്ങൾക്കിടയിലുണ്ടായ തർക്കമാണ് അന്ന് ഫഹദിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ലഹരി കേസിനും കൊലപാതക കേസിനും പുറമെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് മറ്റൊരു കേസും നിവ്യയുടെ പേരിലുണ്ട്. 10 വയസ്സുള്ള മകനൊപ്പമാണ് നിവ്യയെ മാനന്തവാടിയിൽ നിന്ന് പോലീസ് പിടികൂടിയത്. ലഹരി ഇടപാടുകാരടക്കം ക്രിമിനൽ സംഘങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് നിവ്യയെന്ന് പോലീസ് പറഞ്ഞു. ഈ ന്യൂസ് കണ്ടപ്പോൾ വിചാരിച്ച ഇവളെന്തായാലും ഒരു ഡ്രഗ്സിന് അടിമയിരിക്കുന്നു. അത് തന്നെ ഇതിലും വലുത് എന്താണെന്നറിയാമോ, ഇവളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇവളെ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചൊരു ഷോ ഉണ്ട്. അതായത് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവളാണ് അവിടുത്തെ ഓഫീസർ എന്ന്. ഇവളെയൊക്കെ കൊണ്ടുവന്നേക്കണതോ ഒരു പ്രൈവറ്റ് കാറിൽ. അതേസമയം ഈ സ്ഥാനത്ത് ഒരു പുരുഷനായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന വ്യത്യാസം നമുക്കറിയാവുന്നതല്ലേ. അമ്മയുടെ വില അറിയാത്ത ഇതുപോലുള്ളൊരു ശവങ്ങൾ, ഇങ്ങനെയുള്ള ഓരോ ശവങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം അറക്കൽ തമ്പുരാട്ടിയൊക്കെ കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു, നമ്മൾ തമ്മിൽ. അതിൽ മുഖ്യധാര സീറ്റിൽ കുറേ സ്ത്രീ എന്ന് പറയുന്ന കുറേ ലവളന്മാരെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്ന് സാറേ, അവളുമാരെ ആ മുഖ്യധാര സീറ്റിൽ ഇരുത്താതെ അവളുമാരെ കൊണ്ടുപോയിട്ട് പുറകിലത്തെ സീറ്റിൽ എല്ലാം കൊണ്ട് ഇരുത്തും. എന്നിട്ട് അവിടെ ഇരിക്കുന്ന സാധാരണക്കാരായ സ്ത്രീകൾ, ആ പിന്നിലിരിക്കുന്ന സ്ത്രീകളെ കൊണ്ട് മുമ്പിലിരുത്ത് ആ മുഖ്യധാര സീറ്റിൽ. അവരാണ് അവിടെ ഇരിക്കാൻ യോഗ്യതയുള്ളവർ. അല്ലാതെ ഇതുപോലെ എന്താണ് സ്ത്രീയെന്നോ ഏതാണ് കുറ്റമെന്നോ ഒന്നും തിരിച്ചറിയാൻ ബോധമില്ലാത്ത കുറേ എണ്ണത്തിനെ കൊണ്ട് മുമ്പിൽ കൊണ്ട് പിടിച്ചിരുത്തി വെറുതെ സ്ത്രീകളുടെ വില കളയരുത്. ഇതുപോലുള്ള ഇനത്തിനൊക്കെ ന്യായീകരിക്കാനായിട്ട് ഇനിയും അടുത്ത അറക്കൽ തമ്പുരാട്ടിമാരിപ്പോൾ ഇനി ഇറങ്ങുമായിരിക്കും. സ്ത്രീകളുടെ വില എന്താണെന്നോ ഫെമിനിസം എന്താണെന്നോ ഒന്നും അറിയാത്ത കുറേ എണ്ണങ്ങൾ പറഞ്ഞിട്ടെന്താ കാര്യം.